ഉമ്മൻചാണ്ടിയും കെ.സി. വേണുഗോപാലും കെ.പി.സി.സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കമുള്ള പ്രമുഖ നേതാക്കളില്ലാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. മത്സരിക്കാനില്ലെന്ന ശക്തമായ നിലപാടെടുത്ത ഉമ്മൻചാണ്ടിക്ക് സ്ഥാനാർത്ഥി നിർണയത്തിലും അതൃപ്തിയുണ്ടെന്ന് അറിയുന്നു. ഇതേ തുടർന്ന് ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടും അദ്ദേഹം പോയില്ല. ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് ആ തീരുമാനം പിൻവലിച്ചു. കെ.സി. വേണുഗോപാലും മുല്ലപ്പള്ളിയും മത്സരത്തിനില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. കെ.സി. വയനാട് മത്സരിക്കുമെന്ന പ്രചരണം ഉണ്ടായിരുന്നെങ്കിലും ഡൽഹിയിലെ തിരക്ക് കാരണം ആലപ്പുഴയിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ദുർവ്യാഖ്യാനം ചെയ്യുമെന്നതിനാലാണ് ആ തീരുമാനവും ഉപേക്ഷിച്ചത്. മത്സരിക്കാനില്ലെന്നും കേരള രാഷ്ട്രീയത്തിൽ തുടരാനാണ് ആഗ്രഹമെന്നും ഉമ്മൻചാണ്ടി ആവർത്തിച്ച നിലപാട് അറിയിച്ചതായാണ് വിവരം. ഉമ്മൻചാണ്ടി കേരളത്തിലാണ് കേന്ദ്രീകരിക്കുന്നതെന്ന് ചെന്നിത്തലയും വ്യക്തമാക്കി. മിടുക്കന്മാരും ചുടുക്കന്മാരും പട്ടികയിൽ ഇടം നേടുമെന്ന് മുല്ലപ്പള്ളിയും അറിയിച്ചു. ഇടുക്കിയും വയനാടും അടക്കമുള്ള സീറ്റുകളിൽ എ ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കുമെന്ന് കാത്തിരുന്ന് കാണുന്നു. തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം വൈകുന്നേരം 6:30 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സിറ്റിംഗ് സീറ്റുകളിൽ എംപിമാർ തന്നെ മത്സരിക്കുമെന്ന് ഹൈക്കമാൻഡ് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ എറണാകുളത്ത് ഹൈബിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് എ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തർക്കം നിലനിൽക്കുന്നതിനാൽ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കും. തിരുവനന്തപുരത്ത് ശശി തരൂരും കൊല്ലത്ത് N.K. പ്രേമചന്ദ്രനും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും പ്രചരണം ആരംഭിച്ചു. 3 പേർക്കും നല്ല വിജയ സാധ്യതയുമുണ്ട്. പത്തനംതിട്ടയിൽ സിറ്റിംഗ് എംപിയായ ആന്റോ ആന്റണിയെ മാറ്റണമെന്ന് DCC അടക്കം ആവശ്യപ്പെട്ടു. PJ കുര്യനും സീറ്റിനായി പിടിമുറുക്കിയിട്ടുണ്ട്. അതിനാൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം. ആലപ്പുഴയിൽ കെ.സി. കളമൊഴിഞ്ഞതോടെ ഷാനിമോൾ ഉസ്മാൻ മത്സരിച്ചേക്കും. LDF സ്ഥാനാർത്ഥിയും മുസ്ലിം ആയതുകൊണ്ട് അതിനുള്ള സാധ്യത കൂടുതലാണ്. തൃശൂരിൽ DCC പ്രസിഡന്റ് TN പ്രതാപനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നേതാക്കളും പ്രവർത്തകരും പരസ്യമായി ആവശ്യപ്പെട്ടു. ചാലക്കുടിയിൽ ബെന്നി ബെഹനാനും KP ധനപാലും അടക്കം പട്ടികയിലുണ്ട്. ബെന്നിക്കാണ് കൂടുതൽ സാധ്യത. കോഴിക്കോട് സിറ്റിംഗ് എംപി MK രാഘവൻ വീണ്ടും അംഗത്തിനിറങ്ങും. ആറ്റിങ്ങലിൽ കോന്നി MLA അടൂർ പ്രകാശായിരിക്കും എന്ന കാര്യത്തിൽ ധാരണയായി. പാലക്കാട് VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിൽ MLA മത്സരിക്കുമെന്ന് കാട്ടി പ്രവർത്തകർ മണ്ഡലത്തിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ശ്രീകണ്ഠനാണ് സാധ്യത കൂടുതൽ. ആലത്തൂരിൽ രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിനെ നിർത്തണമെന്ന് എ ഗ്രൂപ്പും വാഴയ്ക്കന് വേണമെന്ന് ഐ ഗ്രൂപ്പും കട്ടയ്ക്ക് നിൽക്കുന്നു. കാസർഗോഡ് സുബയ്യാറായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും. PC വിഷ്ണുനാഥിന് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് അറിയുന്നു. വയനാട് T സിദ്ദിഖിനെ നിർത്തണോ എന്ന കാര്യത്തിലും ഇപ്പോഴും തർക്കം തുടരുകയാണ്. വടകരയിൽ സിറ്റിംഗ് എംപി മുല്ലപ്പള്ളി മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ആരാകും അംഗം കുറിക്കുക? പാർട്ടിക്കാർക്ക് പോലും എത്തും പിടിയുമില്ല. കണ്ണൂരിൽ K സുധാകരനല്ലാതെ മറ്റാരുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.